ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് ഒക്ടോബർ 19 ഞായറാഴ്ച എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജോക്കുട്ടനെ കാലത്ത് തന്നെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഡെറ്റിൻ്റെ ബർത്ത്ഡേ ആണ് ജോക്കുട്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. അമ്മ അടുക്കളയിൽ കുറച്ച് തിരക്കിലാണ്. പയറുപ്പേര് വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലത്ത് കഴിക്കാനായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഒന്ന് കാലത്ത് 4:30 എഴുന്നേറ്റ് പണി തുടങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരം 2-3 ഗസ്റ്റ് വരുന്നുണ്ട്. പെരുന്നാളും കൂടിയാണല്ലോ. വൈകുന്നേരം എല്ലാവരും കൂടി പള്ളിയിൽ പോയതിനു ശേഷം ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോണതൊന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല കേട്ടോ. അമ്മ അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഇഷ്ടക്കറി മാങ്ങക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടനും അച്ഛനും കൂടിയിട്ട് അവിടെ കട്ടിലുമ്പോൾ കിടന്ന് കളിക്കുന്നുണ്ട്. അമ്മ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നത്. 6 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ എലൈറ്റിൻ്റെ 3 പാക്കറ്റ് പായസം മിക്സ് മേടിച്ചിട്ടുണ്ട്. അമ്മ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എടുക്കണേ അങ്ങനെ പാലട മിക്സ് ഒക്കെ ചേർത്തതിന് ശേഷം പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം അനിയൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കട്ടെ. അപ്പം ജോക്കുട്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 അപ്പം എടുത്തിട്ടുണ്ട്. കഴിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് കൊടുത്തു നോക്കാം. ഇന്ന് കാലത്ത് ഞങ്ങൾ ആരും പള്ളിയിൽ പോയിട്ടില്ല. TV-ൽ കുർബാന വെച്ചേക്കാണ്. പെരുന്നാൾ കുർബാനയാണ് കാണുന്നത്. ജോക്കുട്ടൻ എന്തായാലും ഇഷ്ടക്കറിയും അപ്പം ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ മോളുടെ ബാപ്റ്റിസം ആയിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിക്ക് കേക്ക് മേടിച്ചായിരുന്നു. ഇത് ചേട്ടൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ വൈഫ് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ അവരുടെ നിന്ന് തന്നെയാണ് കേക്ക് മേടിക്കാറ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബട്ടർ സ്കോച്ച് കേക്ക്. അങ്ങനെ ഫംഗ്ഷനൊക്കെ പോയി വന്നതിന് ശേഷം അമ്മയും മാമയും വീണ്ടും അടുക്കളയ്ക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ അവിടെ അങ്ങനെ നടക്കട്ടെ. വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി. 9:30 ആയപ്പോൾ തിരിച്ചെത്തി. അങ്ങനെ കേക്ക് കട്ടിങ് തുടങ്ങാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. 27 Happy birthday to you. പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നു. ഇതെൻ്റെ ആൻറ്റിയും കസിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.